قال لا تخافا إنني معكما أسمع وأرى. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ 50-ാമത്തെ പാർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 50-ാമത്തെ പാർട്ടിൽ ഇദ്ദേഹം എന്താണ് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇദ്ദേഹത്തിന് പഴയതായിട്ടുള്ള പല കാര്യങ്ങളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും കളിയാക്കുക എന്നുള്ള മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് പലപ്പോഴായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഒരു പണി ഇതായതുകൊണ്ട് തന്നെ ഇദ്ദേഹം അത് തുടർന്നു പോകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവരുടെ അനുയായികളായ ആളുകളെ സത്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. എന്തായാലും നമുക്ക് കേൾക്കാം എന്താണ് എന്നുള്ളത്. വഴി കാണിക്കുകയും അതനുസരിച്ച് തന്നെ നീതി പാലിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം നാം സൃഷ്ടിച്ചവരിൽ ഉണ്ട്. നമ്മുടെ ലക്ഷ്യങ്ങളെ നിഷേധിച്ചവരെ നാം അല്പാൽപമായി അവരറിയാത്ത വിധത്തിൽ പിടിക്കുന്നതും അവർക്ക് അവസരം നീട്ടിയിട്ട് കൊടുക്കുന്നതുമാകുന്നു നിശ്ചയം. എന്റെ തന്ത്രം സുശക്തമാണ്. ഇവിടെ അള്ളാഹു വലിയ തന്ത്രശാലിയാണെന്നും അള്ളാഹു ഇവരുടെയൊക്കെ ആയുസ് തൽക്കാലം ഇങ്ങനെ നീട്ടിക്കൊടുത്തതാണെന്നും ഇവരെ കൊണ്ടൊക്കെ അള്ളാഹു കാര്യമായിട്ടുള്ള പണി ഇവർക്ക് കൊടുക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ഭീഷണിയുടെ സ്വരം ആണ് ഇവിടെ ഉയർത്തുന്നത്. ഏതാണ്ട് മുഹമ്മദ് മക്കയിൽ അവസാനമായപ്പോഴേക്കും മുഹമ്മദിന്റെ മനസ്സിൽ പിന്നീട് നടത്താൻ പോകുന്ന പദ്ധതികളൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നു എന്നും അതിൽ ഇവരെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിൽ അന്നേ ഉണ്ട് എന്നും സൂചിപ്പിക്കുന്നതാണ് ഖുർആനിലെ ഇത്തരത്തിലുള്ള പല ഭീഷണികളും. അള്ളാഹു എന്തായാലും ഇവരെ ശിക്ഷിച്ചതായി നമ്മൾ കാണുന്നില്ല. ഞാൻ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പറഞ്ഞു, അള്ളാഹു മക്കൾക്ക് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല. പക്ഷേ ശിക്ഷ കൊടുക്കുന്നതെല്ലാം പിന്നീട് മുഹമ്മദിന്റെ കൂടെ കൂടിയ അന്യഗോത്രക്കാരും കൂടെ ചേർന്നിട്ടാണ്. അതെല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് മുഹമ്മദ് പിന്നീട് വ്യാഖ്യാനിക്കുന്നു. മുഹമ്മദിന് ശേഷം ഇസ്ലാമിന്റെ ആളുകളും അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. ഇവിടെ സൂറത്ത് അറാഫില് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാർഗദർശനം നൽകുകയും അതനുസരിച്ച് തന്നെ നീതി നടത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് കളഞ്ഞവരാകട്ടെ അവരറിയാത്ത വിധത്തിൽ നാം അവരെ പടിപടിയായി പിടികൂടുന്നതാണ്. അവർക്കു നാം ഇട്ട് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും എൻ്റെ തന്ത്രം സുശക്തമാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നീതി അനുസരിച്ച് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതി അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഈ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ അത് പുറമേ നീതിപരമായിട്ടും മറ്റും ജീവിച്ചു പോകുന്ന ചില ആളുകളുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അതായത് നമ്മളിപ്പോൾ പല രീതിയിലും നമുക്കറിയാം. അതായത് നമ്മളെ നാട്ടിലാവട്ടെ അല്ലെങ്കിൽ മറ്റ് നാടുകളിലാവട്ടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, പലസ്തീനിലെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അതേ സ്ഥാനത്ത് ഇസ്രായേലിനെ കൂടുതലൊന്നും അങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണം, അതുപോലെ തന്നെ അങ്ങനെ ഈ പണമുള്ളവർ അല്ലെങ്കിൽ അധികാരമുള്ളവരൊക്കെ ഭയങ്കര ശക്തന്മാരായിട്ട് നിന്നുകൊണ്ട് പാവപ്പെട്ട ആളുകളെ പീഡിപ്പിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നേരെ തിരിച്ചും ഉള്ള രാജ്യങ്ങളുണ്ട്. നല്ല രീതിയിൽ ഭരണമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക്, അതായത് പുറമേ നിന്ന് ജോലി ചെയ്യാൻ വരുന്ന ആളുകൾക്കും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നീതിപൂർവം ഭരണം നടത്തുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ രണ്ട് ആളുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് ചില ആളുകൾ ഇത് കണ്ടില്ലേ, ചില ഭരണാധികാരികൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തേ ദൈവം ഇതൊന്നും കാണുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്ന ഇയാളെപ്പോലുള്ള ആളുകൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇവർക്കുള്ളൊക്കെ ഒരു മറുപടി കൂടിയാണ് ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമുക്ക് തരുന്നത്. അതുപോലും മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന്. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാവുക? സത്യസന്ധത ഇല്ല. ഇയാളെപ്പോലെയുള്ള ആളുകൾക്ക് സത്യസന്ധത എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അസത്യവാദികളുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം. ഒരു കാര്യം എടുത്തിട്ട് അതിനെ വക്രീകരിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ? അല്ലല്ലോ. ഖുർആൻ ക്ലാസ് പറഞ്ഞിട്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്കിപ്പോഴും ലഭ്യമാണ്. അപ്പോൾ ഖുർആനെ പറ്റി നിങ്ങൾ പഠിക്കേണ്ടത്
ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട അതിനുമായിട്ടുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് അത് പഠിക്കേണ്ടത്. ഖുർആൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ തഫ്സീർ ഖുർആൻ തന്നെയാണ്. അതിന് പല അധ്യായങ്ങളിലും പല സ്ഥലങ്ങളിലുമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം അതിൻ്റെ സന്ദർഭം അനുസരിച്ചാണ്. ഖുർആൻ ഇറക്കപ്പെട്ടത് 23 വർഷങ്ങൾ കാലം കൊണ്ടാണ്. ഒറ്റയടിക്ക് ഇറങ്ങിയതല്ല ഖുർആൻ. അത് ഇയാൾക്കറിയാം എന്നുള്ളത് നമുക്കറിയാം. അപ്പം അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അത് വിശദീകരിക്കുന്നത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അതിൻ്റെ വിശദീകരണമായിട്ടാണ് നമുക്ക് തഫ്സീറിൽ കിട്ടാവുന്നത്. അതെങ്ങനെയാണ്? അത് വേറെ ആയത്തുകളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടി കൊണ്ടുവരും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളുടെ ഹദീസുകളുടെ ശേഖരം ഒന്നായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിനെ ഒരു അഭിപ്രായമായിട്ട് എഴുതുകയാണ് മുഫസ്സിറുകൾ ചെയ്തിട്ടുള്ളത്. അവർക്കതിൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ പറ്റാം, അത് വേറെ വിഷയം. അതുകൊണ്ട് അവർ മൊത്തത്തിൽ തെറ്റ് പറ്റിയെന്നൊന്നും നമ്മൾ ആരും പറയുകയില്ല. മാനുഷികമായ ചില തെറ്റുകൾ ആർക്കും അതിലും സംഭവിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാരണം ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നീ വിചാരിക്കുന്നുണ്ടോ ഇവരൊക്കെ നാം വെറുതെ വിടുമെന്ന്? ഇല്ല, അത് അവരെ നാം പടിപടിയായിട്ട് തന്നെ പിടികൂടും. അപ്പോൾ നമുക്ക് പല സാമ്രാജ്യങ്ങളും തകർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പല ആളുകളും വലിയ ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നിരുന്ന പല ആളുകളും ഇന്ന് നമുക്കറിയാം അവരൊക്കെ മണ്ണോട് മണ്ണായി ചേർന്നു. പിന്നീട് ഇവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഹിറ്റ്ലറൊക്കെ ഒരുപാട് ജൂതന്മാരെ കൊന്ന ആളാണ്. അദ്ദേഹം അവസാനം എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ആത്മഹത്യ ചെയ്യൂ. മുസോളിയൻ എന്തായിരുന്നു സംഭവം? അദ്ദേഹത്തെ പിടികൂടി വധിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സ്റ്റാലിന്, ലെനിൻ്റെ ജീവിതാവസാനം, ഇതൊക്കെ നമ്മൾക്ക് പാഠമാണ് എന്നുള്ളതാണ്. ഫിറൗൻ്റെ ജീവിത അവസാനത്തെക്കുറിച്ച് ഖുർആനിൽ തന്നെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാളെ മുക്കിക്കൊന്നതായിട്ടും. അപ്പം അവരുടെ ജീവിതത്തിൽ അവർ എന്നെന്നും സുഖലോലുപരായിക്കൊണ്ട് ഈ ആളുകളെ അടിച്ചമർത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെ കരുതേണ്ടതില്ല. അവരെ നാം പടിപടിയായിട്ട് തന്നെ നാം അവരെയൊക്കെ പിടികൂടുന്നതാണ്. ഈ ഐഹിക ജീവിതം എന്നുള്ളത് കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അവിടെ അവർ ആർത്തുല്ലസിച്ച് ചിലപ്പോൾ ചില ആളുകൾ നല്ല രീതിയിൽ മരണപ്പെടുന്ന ആളുകളുണ്ട് കേട്ടോ. അതെല്ലാം എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ അക്രമങ്ങളൊക്കെ ചെയ്തിട്ടും അവരുടെ മരണം ചിലപ്പോൾ വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ മരണപ്പെടുന്ന സ്വാഭാവിക മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള ശിക്ഷകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പരലോകത്ത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിറ്റ്ലറിനെ പോലുള്ള ആളുകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. ഇയാളെപ്പോൾ പിടിച്ച് ഇ.എ. ജബ്ബാറിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇ.എ. ജബ്ബാർ ജഡ്ജിയാണ്. ഇയാൾക്ക് എത്ര ശിക്ഷ കൊടുക്കാൻ കഴിയും? 60 ലക്ഷം, 1 ലക്ഷം തന്നെ കൂട്ടിക്കും. 1 ലക്ഷം ആളുകളെ കൊന്ന ആളാണ് ഹിറ്റ്ലർ എന്ന് കരുതുക. അങ്ങനെ ആകുമ്പോൾ ഇയാളെ എത്ര പ്രാവശ്യം കൊല്ലാൻ കഴിയും? 1 പ്രാവശ്യമല്ലേ കൊല്ലാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എത്ര വർഷം ഇയാളെ ജയിലിലിട്ടിട്ട് പീഡിപ്പിക്കാൻ കഴിയും? എത്ര വർഷം കഴിയും? ഏറി വന്നാൽ ഒരു 30-40 വർഷം അയാളുടെ വയസ്സിനനുസരിച്ചിട്ട് ഉണ്ടാവും. എന്നാലും ഇയാൾ ചെയ്ത ഈ തെറ്റുകൾക്ക് അത് പരിഹാരമാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. സാധാരണക്കാരനായ മരണപ്പെട്ട ആളുകൾക്ക് അത് അനീതിയായിട്ടേ തോന്നുള്ളൂ. അപ്പം ഇതിനൊക്കെ ഒരു പരലോകത്ത് ഇതിന് കൃത്യമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യം എന്ന് തോന്നുന്ന ഒരു നീതിയുടെ ഒരു കോടതി നമുക്ക് വേണമെന്ന് എല്ലാ മനുഷ്യർക്കും തോന്നുന്നത് തന്നെയാണ്. അത് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മനുഷ്യൻ്റെ തേട്ടം അതിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ പരലോക ജീവിതത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴായിട്ട് ഖുർആനിലും മറ്റും പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിത് ശ്രദ്ധിക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊന്നും ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയാൽ കൃത്യമായിട്ട് പരലോക ജീവിതത്തെക്കുറിച്ചും അതേപോലെ ഈ ലോകത്ത് തന്നെ പല
ശിക്ഷയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നതായിട്ടും പല ഭരണാധികാരികളും അല്ലെങ്കിൽ പല തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തോന്നുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഐഹികപരമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഈ രോഗങ്ങളും ഇവരുടെ ഈ മരണത്തിൻ്റെ ആ സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പല ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവരുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു വിശ്വാസിയാവേണ്ടതുണ്ട്. ഇദ്ദേഹത്തിനും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഈ ദീന് ഇവിടെ കൊണ്ടുവന്നത്. അത് അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര തന്നെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. എന്തായാലും ഞാൻ നിർത്തുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.